വെൽക്കം ടു മാത്സ് ഗുരുകുലം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ എക്സസൈസ് 3.3ലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ എക്സസൈസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ പറ്റിയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എക്സസൈസിലേക്ക് പോവുകയാണ്. നമുക്ക് എക്സസൈസിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വേരിയബിളിന് നമ്മൾ മറ്റ് വേരിയബിളിൻ്റെ ടേംസിൽ എഴുതുന്നു. അതായത് എക്സിനെ നമ്മുടെ വൈയുടെ ടേംസിൽ എഴുതിയിട്ട് അതിനെ അടുത്ത ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പോൾ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനായിട്ടും ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വേഷനായിട്ടും കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിനെയോ വൈനെയോ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഇക്വേഷനെ എടുത്ത് അടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 1 ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവുക, എക്സ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുക. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഈ വൈ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും, 14 മൈനസ് വൈ എന്ന് വരും. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, ആദ്യം ഒരു ഇക്വേഷൻ എടുക്കുന്നു 1 അല്ലെങ്കിൽ 2, അതിൽ നിന്നും എക്സിൻ്റെയോ വൈൻ്റെയോ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പുട്ട് ഇക്വേഷൻ 3 in ഇക്വേഷൻ 2. ഒരിക്കലും അതിനെ ആ സെയിം ഇക്വേഷനിൽ കൊടുക്കരുത്, അടുത്ത ഇക്വേഷനിൽ വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ 3നെ ഞാൻ 2ൽ കൊടുക്കുകയെന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, 14 മൈനസ് വൈ കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 14 മൈനസ് വൈ, പിന്നെന്താണ് കിടക്കുന്നത്, മൈനസ് വൈ. അപ്പോൾ ഇത് ഇത്ര എന്താ, എക്സിന് പകരം നമ്മൾ കൊടുത്തതാണ് 14 മൈനസ് വൈ. മൈനസ് വൈ ഈക്വൽ ടു എന്താണ്, 4. ഇനി ഇതിനെ നമുക്ക് ചെയ്യാം. 14 ഇതെന്താണ്, മൈനസ് വൈ എന്ത് വരും, മൈനസ് 2y വരും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ മൈനസ് 2y എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ 14നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകണം, 4 മൈനസ് 14 എന്ന് വരും. ഓക്കെ, 4 മൈനസ് 14 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു മൈനസ് 10 ആണ്. അപ്പോൾ മൈനസ് 2y ഈക്വൽ ടു മൈനസ് 10 എന്ന് കിട്ടി. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 10/-2. മൈനസും മൈനസും ക്യാൻസലായി പോവും. 2നെയും 10നെയും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, 5 വരും. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ y കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ വൈൻ്റെ വാല്യൂ എടുത്ത് ഇതിലേതിൽ ഇക്വേഷൻ 1ലോ 2ലോ 3ലോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3ൽ കൊടുക്കുന്നു, പറഞ്ഞാൽ എക്സിൻ്റെ ടേംസിലൊരു ഇക്വേഷൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, പുട്ട് വാല്യൂ ഓഫ് y in ഇക്വേഷൻ 3. അപ്പോൾ 3ൽ ഞാൻ കൊടുക്കുകയാണ്. 3 എന്ന് പറയുന്ന എക്സ് ഇസ് ഈക്വൽ ടു 14 മൈനസ് വൈ ആണ്. ഇതിൽ വൈക്ക് വരെ ഞാൻ 5 കൊടുക്കുകയാണ്. അപ്പോൾ 14 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ 9 എന്നും കിട്ടി, വൈൻ്റെ വാല്യൂ 5 എന്നും കിട്ടി. ഇപ്പോൾ മനസ്സിലായോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്ന്? ഒന്നുമില്ല, രണ്ട് ഇക്വേഷൻസ് തരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് എക്സിൻ്റെയോ വൈൻ്റെയോ കറസ്പോണ്ടിങ് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആ ഇക്വേഷനെ എടുത്ത് നെക്സ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വൈയും അല്ലെങ്കിൽ എക്സ് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ബാക്കി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എസ് മൈനസ് ടി ഈക്വൽ ടു 3 ആൻഡ് s/3 പ്ലസ് t/2 ഈക്വൽ ടു 6. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതേപോലെ ആക്കിയിട്ട് ചെയ്യാൻ പോകണം. കാരണം ഇങ്ങനെ ഇട്ട് ചെയ്താൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാമെങ്കിൽ ഇങ്ങനെ ഇട്ടും ചെയ്യാം. പക്ഷെ അല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിനോമിനേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2s പ്ലസ് 3t/6 ഇസ് ഈക്വൽ ടു 6 എന്ന് വന്നു. അപ്പോൾ ഈ /6നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 2s പ്ലസ് 3t ഇസ് ഈക്വൽ ടു 6 into 6 which is equal to എന്തെന്ന് വരും, 36 എന്ന് വരും.
അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വന്നു? 2s + 3t = 36 എന്ന് വന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? എസിൻ്റെയോ ടീൻ്റെയോ വാല്യൂവിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ എടുത്തിട്ടായിരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ s - t = 3 ഒരു സിമ്പിൾ ഇക്വേഷനാണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 സെക്കൻഡ് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇതിൽ 2s + 3t എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് ഉള്ളത് കൊണ്ട് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ s = എന്ന് പറഞ്ഞ് എഴുതാൻ പോവാണ്. എസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ടി അപ്പുറത്ത് പോവുക അല്ലേ. അപ്പോൾ 3 + t എന്ന് വരും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അതിനെ എടുത്ത് എന്ത് കൊടുക്കുക? സെക്കൻഡ് ഇക്വേഷന് കൊടുക്കുക. അപ്പോൾ പുട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് വരും? എസിന് പകരം എന്ത് കൊടുക്കുക? 3 + t കൊടുക്കുക. അപ്പോൾ 2 × എസിന് പകരം 3 + t കൊടുക്കുന്നു. ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതുക. +3t = 36. ഓക്കെ, ഇനി ഇതെന്താണ്? 6 + 2t + 3t = 36. ഇതിൽ ടിയുടെ 2 ടേംസ് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കൂടെ ആഡ് ചെയ്യാം. 2t + 3t എന്ത് വരും? 5t എന്ന് വരും. അപ്പോൾ ഇതെന്ത് വരും? 6 + എന്താണ് 5t = എന്തെന്ന് വരും? 36 എന്ന് വരും. 5tയെ നമ്മൾ ഇവിടെ വെച്ചിട്ട് 6 അപ്പുറത്ത് പോവുകയാണെങ്കിൽ 36 - 6 = 30. അപ്പോൾ എന്താണ്? 5t = 30 എന്ന് വന്നു. അപ്പോൾ t എന്ന് പറയുന്നത് എന്തായിരിക്കും? 30/5 = 6 എന്ന് വന്നു. അപ്പോൾ ടിയുടെ വാല്യൂ കിട്ടി. ഇനി എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ ടിയുടെ വാല്യൂ എടുത്ത് നമുക്ക് എന്തിൽ കൊടുക്കാം? എസിന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ ഏതിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേർഡ് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. പുട്ട് t = 6 ഇൻ ഇക്വേഷൻ 3. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് s = എന്ത് കിട്ടും? 3 + 6 എന്ന് കിട്ടും. = എന്താണ്? 9 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എസിൻ്റെയും വാല്യൂ കിട്ടി, ടിയുടെയും വാല്യൂ കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ 3x - y = 3 and 9x - 3y = 9. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഇക്വേഷനായിട്ടും ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വേഷനായിട്ടും കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫസ്റ്റ് ഇക്വേഷനെ അങ്ങ് മാറ്റാൻ പോവാണ്. കാരണം ഇതിനേക്കാൾ കുറച്ചും കൂടെ സിമ്പിൾ നമുക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും. ഫ്രം ഇക്വേഷൻ 1 ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ y = എന്ത് വരും? 3x - 3 വരും. അതായത് വൈനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി 3നെ ഇപ്പുറത്ത് കൊണ്ടുപോകും. എന്തായാലും സെയിം ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? ഇക്വേഷൻ 3 എന്ന് കിട്ടി. ഇപ്പോൾ വൈയുടെ ടേംസിലൊരു ഇക്വേഷൻ കിട്ടി. അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. പുട്ട് 3 ഇൻ 2. ഓക്കെ, ഈ 3 ആയ വൈനെ നമുക്കിതിൽ കൊടുക്കാം. 9x ഞാൻ അതുപോലെ എഴുതി -3. വൈക്ക് പകരം എന്ത് കൊടുക്കുന്നു? 3x - 3 കൊടുക്കുന്നു. = 9. ഓക്കെ, ഇവിടെ 9x ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9x + 9 = 0. ഓക്കെ, 9 - 9x എന്തായി? കട്ടായിപ്പോയി. 0 അല്ല, ഇവിടെ 9 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 9 = 9 എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ല. കാരണം എക്സിൻ്റെ ടേംസ് കട്ടായിപ്പോയി. ഇവിടെ 9 = 9 എന്ന് പറഞ്ഞ രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇതെന്താണെന്ന് പറയുക? ഇതൊരു കോയിൻസിഡൻറ്റ് ടൈപ്പ് ഇക്വേഷൻ ആയിരിക്കും. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്ന കേസിൽ മാത്രമേ ഇങ്ങനെ = എന്നുള്ള രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കേസ് ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ വന്നാലും ഇക്വേഷൻ 1 and 2 ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് കൺക്ലൂഷൻ കൊടുത്ത് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, therefore equation 1 and 2 have infinite number of solutions. ഓക്കെ, ഇങ്ങനത്തെ കേസസ് റെയർ ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എഴുതി നിർത്തുക. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ 0.2x + 0.3y = 1.3 and 0.4x + 0.5 = 2.3. ഇവിടെ പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽസ് ഉണ്ടെന്നേ ഉള്ളൂ.
വേറെ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഫസ്റ്റ് ഇക്വേഷനെ തന്നെ എന്താണ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് എഴുതാം, ഞാൻ എക്സിൻ്റെ ടേം മാത്രം ഇവിടെ എഴുതിയിട്ട് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോവാണ്. 1.3 മൈനസ് 0.3 y എന്ന് വന്നു. അപ്പോൾ എക്സ് എന്ത് വരും, 1.3 മൈനസ് 0.3 y ബൈ 0.2 എന്ന് വന്നു. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, ഇതിനെ എടുത്ത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ പുട്ട് 3 in 2, ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും, എക്സിന് വരെ എന്ത് കൊടുക്കുക, 0.4 അതുപോലെ എഴുതുക. എന്നിട്ട് എക്സിന് വരെ എന്ത് കൊടുക്കുക, 1.3 മൈനസ് 0.3 ബൈ y ബൈ 0.2. ഓക്കെ, ബാക്കി ഇക്വേഷൻ അതുപോലെ കൊടുക്കുക. പ്ലസ് 0.5 y ഇസ് ഈക്വൽ ടു എന്താണ്, 2.3 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കുമ്പോൾ ഇത് 0.2 ആൻഡ് 0.4 ഇതിനെ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, അതായത് 0.4 ബൈ 0.2 എന്ന് പറയുന്നത് നമുക്ക് രണ്ടിനെയും മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 4/2 എന്ന് വരും അല്ലേ. 4/2 എന്ന് വെച്ചാൽ എന്താണ്, 2. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും, 2 വരും. അപ്പോൾ ഒരു പുറത്ത് 2 വന്നു. 2 ഇൻറ്റു 1.3 മൈനസ് 0.3 y പ്ലസ് 0.5 y ഈക്വൽ ടു 2.3. ഇപ്പോൾ 2 കൊണ്ട് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1.3 എന്ന് പറഞ്ഞാൽ 2.6 മൈനസ് 2 ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ 0.6 y പ്ലസ് 0.5 y ഈക്വൽ ടു എന്തെന്ന് വന്നു, 2.3 എന്ന് വന്നു. ഇനി നമുക്ക് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ 2 ടേംസിനെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കുന്നു, അല്ലാത്ത ടേമിനെ അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ മൈനസ് 0.6 y പ്ലസ് 0.5 y ഈക്വൽ ടു 2.3 മൈനസ് ഈ 2.6 അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2.6 വന്നു. ഓക്കെ, ഇനി ഇവരെ സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് 0.6 y പ്ലസ് 0.6 y എന്ന് പറയുമ്പോൾ എന്ത് വരും, മൈനസ് 0.1 y എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും, 2.3 മൈനസ് 2.6 മൈനസ് 0.3 എന്ന് വരും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്, മൈനസ് 0.3 ബൈ മൈനസ് 0.1. ഇതിൻ്റെ ആൻസർ എന്ത് വരും, മൈനസും മൈനസും ക്യാൻസലായിപ്പോൾ 3/1 എന്ന് വരും. അതായത് 3 എന്നാണ് വൈയുടെ വാല്യൂ വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ എടുത്ത് എന്തിൽ കൊടുക്കാം, എക്സിൻ്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുട്ട് y ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 3. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1.3 മൈനസ് 0.3 y ബൈ 0.2 എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ വൈക്ക് ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നു, 3 കൊടുക്കാൻ പോകുന്നു. 1.3 മൈനസ് 0.3 ഇൻറ്റു 3 ബൈ 0.2. ഓക്കെ, ഇതിൽ 0.3 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താ വരും, 0.9 വരും. 1.3 മൈനസ് 0.9 ബൈ എന്ത് വരും, 0.2 എന്ന് വരും. ഓക്കെ, 1.3 മൈനസ് 0.9 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു 0.4 എന്ന് വരും. ബൈ 0.2 ഉണ്ട്, ഇതിലെന്താണ് 4/2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു, 2 എന്ന് വന്നു. വൈയുടെ വാല്യൂ 3 എന്നും എക്സിൻ്റെ വാല്യൂ 2 എന്നും വന്നു. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, √2x പ്ലസ് √3y ഈക്വൽ ടു 0, അതുപോലെ √3x മൈനസ് √8y ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ചെയ്യാം. റൂട്ട് വന്നേക്കുന്നേ ഉള്ളൂ. സെയിം മെത്തേഡ്. ഫ്രം ഇക്വേഷൻ 1 √2x പ്ലസ് √3y ഈക്വൽ ടു 0 എന്നാണ്. ഇതിൽ √2xനെ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് √3y വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് √3y ബൈ √2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുന്നു. പുട്ട് 3 in 2. അപ്പോൾ എക്സിന് വേറെ എന്ത് കൊടുക്കുന്നു, √3 അതുപോലെ എഴുതിയിട്ട് എക്സിന് പകരം മൈനസ് √3y ബൈ √2 മൈനസ് √8y ഈക്വൽ ടു 0. ഇവിടെ √3 ഇൻറ്റു √3 എന്ത് വരും,
3 വരും. അതുകൂടാതെ എന്താണ് ഒരു മൈനസ് ഉണ്ട്. അപ്പം മൈനസും കൂടെ ചേർത്തിട്ട് നമുക്ക് -3y/√2 -8y = 0. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ബൈ 1 എന്നാണ് മീനിങ്. അപ്പോൾ എൽസിയം കാണുന്നു. അപ്പോൾ -3y മൈനസ് ഇവിടെ റൂട്ടാണ് √8y × √2/√2 which is equal to 0. -3y മൈനസ് √8 × √2 എന്ന് വെച്ചാൽ എന്താണ്, √16 എന്ന് വരും. ഓക്കെ, /√2 is equal to 0. അപ്പോൾ ഇതിൽ √2നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 0 ആയിപ്പം √14 4 ആവും. ഇവിടെ വൈയും ഉണ്ട്. ഓക്കെ, അപ്പോൾ -3y -4y = 0 എന്ന് വരും. -3y -4y എന്ന് പറയുന്നത് എന്താണ്, -7y ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, 0 വന്നു. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വന്നു, 0 വന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വൈന് 0 വന്നെങ്കിൽ എക്സിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുട്ട് ഇൻ ഇക്വേഷൻ 3. ഓക്കെ, അപ്പോൾ എന്ത് വരും, x is equal to -√3 × 0/√2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് വന്നു, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എന്ത് വന്നു, 0 വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. രണ്ടും എന്താണ്, ഫ്രാക്ഷൻ ഫോമിലാണ് ഇതിൽ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റും ചെയ്യാം, അത് പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഈ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുക, എൽസിയം കാണുന്നു. അതിന് വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, എൽസിയം കിട്ടും. അപ്പോൾ 3x × 3 അപ്പോൾ എന്ത് വരും, 9x -5 × 2 എന്താണ്, 10y/6 is equal to -2. ഓക്കെ, അപ്പോൾ എന്ത് വന്നു, 9x - 10y = എന്ത് വന്നു, 6 എന്ന് വന്നു. ദാറ്റ് ഇംപ്ലൈസ് 9x - 10y, ഈ 6 അപ്പുറത്ത് മുമ്പ് എന്ത് വരും, -12 വരും. കണ്ടോ, നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഇതല്ലേ, ഇതിനെയും ഞാൻ ഇതുപോലെ എൽസിയം കാണുന്നതിന് എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം x × 2 എന്ന് പറയുന്നത് 2x വരും, 3 × y എന്ന് പറയുന്നത് +3y വരും, /3 × 2 എന്താണ്, 6, which is equal to 13/6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും /6 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്തായി പോകും, അത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഇംപ്ലൈസ് എന്തെന്ന് കൊടുക്കാം, 2x + 3y = 13 എന്ന് കൊടുക്കാം. ഇത് എന്തുകൊണ്ടെന്ന് മനസ്സിലായോ, ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും, /6 എന്നുള്ളത് × 6 എന്ന് വരും. അപ്പോൾ ഈ 6ഉം 6ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടിടത്തും സെയിം ആയിട്ട് വരികയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്ത് വന്നു, ഇത് വന്നു. ഈ സെക്കൻഡ് ഇക്വേഷൻ കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് ഇതിനെ ഞാൻ എടുക്കുകയാണ്. ഫ്രം ഇക്വേഷൻ 2 എക്സിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ 2x is equal to 13 - 3y. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 13 - 3y/2 എന്ന് വരും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പുട്ട് 3 ഇൻ എന്താണ്, 2 ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്തിൽ കൊടുക്കുക, 1ൽ കൊടുക്കുക. 1ൽ കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് 9 × 13 - 3y/2 -10y = എന്താണ്, -12. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യമേ ഈ /2 എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ഞാൻ. 9 × 13 എന്ന് പറയുന്നത് 117 വരും. ഓക്കെ, -9 × 3 എന്ന് പറയുന്നത് 27y. ആ /2 ഞാൻ അതുപോലെ കൊടുത്തു, -10y = -12. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അത് എന്ന് വെച്ചാൽ എൽസിയം കാണുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 117 - 2 അതുപോലെ കിടക്കുന്നു, കാരണം ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 2 × -10 എന്ന് പറയുന്നത് -20y/2 = -12. ഓക്കെ, ഇതിൽ 2 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം, എന്നിട്ട് y ടേംസിനെ കമ്പൈൻ ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് 117 -2y -20y എന്ന് പറയുന്നത് എന്ത് വരും, -2y 2y അല്ല 27y ആണ്, സോറി 27 - 20 എന്ന് പറയുന്നത് -47y എന്ന് വരും. ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും,
12 ഇൻറ്റു 2 വരും, അതായത് -24 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 117 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ -47y എന്ന് പറഞ്ഞാൽ -24 -117 എന്ന് വരും. -24 -117 എന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ -47y എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, -141 എന്ന് വരും, രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ y എന്ന് പറയുന്നത് എന്ത് വരും, -141/147 എന്ന് വരും. മൈനസ് ക്യാൻസലായി 47നെയും 141നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 47 ഇൻറ്റു 3 ആണ് എന്തെന്ന് പറയുന്നത് 141, വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വന്നു, 3 വന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് തേർഡ് ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ പുട്ട് y ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 3. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഇംപ്ലൈസ് x is equal to 13 minus 3 into 3/2 എന്ന് വരും. അതായത് 13 minus 9/2 എന്ന് വരും. 13 minus 9 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഇംപ്ലൈസ് x is equal to എന്തെന്ന് വന്നു, 2 എന്ന് വന്നു. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് XY വാല്യൂസ് അല്ലെങ്കിൽ ഏത് വേരിയബിളാണോ അത് കിട്ടുന്നു. ജസ്റ്റ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.